إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 94-95 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫമനിഫ്തറ അലല്ലാഹിൽ കദിബ, അപ്പോൾ യാതൊരുവൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ, അതായത് മുൻ ആയത്തുകൾ പറഞ്ഞതുപോലെ അല്ലാഹു ഹറാമാക്കാത്തതിന് ഹറാമാണെന്ന് വിധി പറയുന്നവൻ, അങ്ങനെ അല്ലാഹുവിന്റെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമക്കുന്നവൻ, കളവ് കെട്ടിച്ചമക്കുന്നവൻ, അതിനുശേഷം എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തിയതിനു ശേഷം, അതായത് യഹൂദർക്ക് തൗറാത്തിൽ കൂടി തെളിവ് വന്നെത്തിയതിനു ശേഷം, അപ്പോൾ അവർ തന്നെയാണ് അക്രമികൾ എന്നാണല്ലോ പറയുന്നത്. അവർ അക്രമികളാണ്, അവർ ഒരിക്കലും സന്മാർഗത്തിലല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ശേഷം അല്ലാഹു പറയുന്നു, നോക്കൂ 95-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഖുൽ നബിയെ തങ്ങൾ പറയൂ, സദഖല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞിരിക്കുകയാണ്. അത് മുൻപ് ഇൻജീലിൽ പറഞ്ഞിട്ടുണ്ട്, സബൂറിലും തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഖുർആനിൽ കൂടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞിരിക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറയൂ, സദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത പിൻപറ്റണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത അത് തുടർന്നു വരുന്നവരാണ് എല്ലാ പ്രവാചകന്മാരും. സത്യത്തിന്റെ മാർഗത്തിലുള്ളവരാണ്, അതിൽ നിന്നും വ്യതിചലിച്ചവരാണ് യഹൂദ ക്രൈസ്തവരും അതുപോലെയുള്ള മജൂസി മതക്കാരും മറ്റ് അറബി മുശ്രിക്കുകളുമെല്ലാം അതിൽ നിന്നും വ്യതിചലിച്ചവരാകുന്നു. അവരൊന്നും സത്യമാർഗത്തിലല്ല. അതുകൊണ്ട് ഖുൽ നബിയെ താങ്കൾ പറയൂ, ഫത്തബി മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയാണ്, ആ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഹനീഫൻ, ഋജുമനസ്കനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതായത് സദാസമയം നന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഋജുമനസ്കനായ നേരായ മനസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാതയാണ് പിൻപറ്റേണ്ടത്. വമാ ഖാന മിനൽ മുശ്രിക്കീൻ, ആ ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. ഒരിക്കലും അല്ലാഹുവിനെ കൊണ്ട് യാതൊന്നിനെയും പങ്കുചേർക്കുന്നവനായിരുന്നില്ല. എന്നാൽ യഹൂദർ പങ്കുചേർക്കുന്നവരാകുന്നു, ക്രൈസ്തവർ പങ്കുചേർക്കുന്നവരാകുന്നു, അറബി മുശ്രിക്കുകൾ പങ്കുചേർക്കുന്നവരാകുന്നു. അവരൊക്കെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാതയിലല്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ഒരു മുശ്രിക്കായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.